നമസ്കാരം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെക്റ്റർ സ്പേസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റായ ലീനിയർ ഡിപ്പെൻഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് ആണ്. നമ്മൾ ഡെഫിനിഷനിലേക്ക് ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് പറയാം. അതിന് നമ്മൾ നമ്മുടെ R2 പ്ലെയിൻ കൺസിഡർ ചെയ്യാം. കൺസിഡർ ദ പ്ലെയിൻ R2. R2ൽ നമ്മുടെ എക്സ് ആക്സിസ് വൈ ആക്സിസ്. R2ൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് കൺസിഡർ ചെയ്യാം. യു കൺസിഡർ ദ യൂണിറ്റ് വെക്റ്റർ അലോങ് എക്സ് ആക്സിസ്. യൂണിറ്റ് വെക്റ്റർ അലോങ് എക്സ് ആക്സിസ് എന്നാൽ എക്സ് ആക്സിസിന് മുകളിൽ നിങ്ങൾ 1 യൂണിറ്റ് കൺസിഡർ ചെയ്യുക. ഇതേതാണ് വെക്റ്റർ? ഇത് 1 0 യൂഷ്വലി നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാറ് ഐ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറ്. സിമിലർലി യു കൺസിഡർ ദ യൂണിറ്റ് വെക്റ്റർ അലോങ് ദ വൈ ആക്സിസ്. നമ്മൾ വൈ ആക്സിസിൻ്റെ മുകളിൽ 1 യൂണിറ്റ് ചൂസ് ചെയ്യും. പോയിൻ്റ് ആരാണ്? പോയിൻ്റ് 0 1 ആണ്. ഈ വെക്റ്റർ നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന നൊട്ടേഷൻ എന്താണ്? ജെ എന്നാണ്. ഇനി now you consider any vector in the plane. ഈ പ്ലെയിനിലെ വേറെ ഏതെങ്കിലും ഒരു വെക്റ്റർ ചൂസ് ചെയ്യുക. ആ വെക്റ്ററിന് യു ക്യാൻ എക്സ്പ്രസ് ദാറ്റ് വെക്റ്റർ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് 1 0 ആൻഡ് 0 1 ഇൻ എ യൂണിക് വേ. ഫോർ എക്സാമ്പിൾ, ഈ പ്ലെയിനിലെ മറ്റൊരു വെക്റ്ററാണല്ലോ 4 3. ഈ 4 3യെ നിങ്ങൾ ഇൻ ടേംസ് ഓഫ് ഐ ആൻഡ് ജെയിൽ റെപ്രസെൻറ്റ് ചെയ്ത് ആ റെപ്രസെൻറ്റേഷൻ ഏതാണ്? 4 × 1 0 പ്ലസ് 3 × 0 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4i പ്ലസ് 3j ആണ്. എൻ്റെ ചോദ്യം, ഈ 4 3യെ നമുക്ക് ഈ ഒരു രീതിയിലല്ലാതെ വേറെ ഏതെങ്കിലും ഫോം എന്ന് പറഞ്ഞാൽ ഈ സ്കാലാസിനെ മാറ്റാം. വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ ഇൻ ടേംസ് ഓഫ് ഐ ആൻഡ് ജെയിൽ? കഴിയില്ല. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ പ്ലെയിൻ R2 എന്നുള്ള പ്ലെയിനിലെ ഏത് വെക്റ്റർ എടുത്തു കഴിഞ്ഞാലും ആ വെക്റ്ററിനെ നമുക്ക് ഐയിലും ജെയിലും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു യുണീക്ക് വേയിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മളെങ്ങനെയാണ് 4 3 ജോമെട്രിക്കലി ഇവിടെ മാർക്ക് ചെയ്യുക? ഇവിടുത്തെ എക്സ് കോമ്പണൻറ്റ് നോക്കുക. എക്സ് കോമ്പണൻറ്റ് 4 ആണ്. നമ്മൾ എക്സ് ആക്സിസിൻ്റെ മുകളിൽ 4 യൂണിറ്റ് ചൂസ് ചെയ്യും. ജെ കോമ്പണൻറ്റ് 3 ആണ്. വൈ കോമ്പണൻറ്റ് 3 ആണ്. അപ്പോൾ വൈ ആക്സിൽ 3 യൂണിറ്റ് ചൂസ് ചെയ്യും. ഇതാണെന്ന് കരുതാം. സപ്പോസ് ദിസ് ഈസ് ദ പോയിൻറ്റ്. ഇതാണ് 4th എന്ന് കരുതാം. അപ്പോൾ നമ്മുടെ ഈ റെപ്രസെൻറ്റേഷൻ യുണീക്കാണ്, ശരിയല്ല? കാരണം ഈ കോഎഫിഷ്യൻസ് നമുക്കിവിടെ മാറുന്നില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെയിം R2 കൺസിഡർ ചെയ്യാം. R2ൽ എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഇവിടെ നമുക്ക് യൂണിറ്റ് വെക്റ്റർ 1 0 ഐ ഉണ്ട്. ഇവിടെ യൂണിറ്റ് വെക്റ്റർ ജെ ഉണ്ട്. ഇത് ഞാൻ ചെയ്യുന്നത് ഈ പ്ലെയിനിലേക്ക് ഞാൻ പുതിയൊരു ആക്സിസ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാം. നമ്മുടെ R2 പ്ലെയിനിലേക്ക് പുതിയൊരു ആക്സിസ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാം. പുതിയ ആക്സിസ് നമ്മുടെ എക്സ് ആക്സിസിന് മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രീസാണ്. 45 ഡിഗ്രീസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് പുതിയ ആക്സിസ്. ആ പുതിയ ആക്സിസിന് നമുക്ക് W ആക്സിസ് എന്ന പേര് കൊടുക്കാം. നമുക്ക് ഈ പുതിയ ആക്സിസിന് മുകളിലുള്ള യൂണിറ്റ് വെക്റ്റർ കൺസിഡർ ചെയ്യണം. ഇതാണ് പുതിയ യൂണിറ്റ് വെക്റ്റർ എന്ന് എഴുതാം. പുതിയ യൂണിറ്റ് വെക്റ്റർ നമുക്ക് തൽക്കാലത്തേക്ക് സ്മോൾ w എന്ന് പേര് കൊടുക്കാം. ഈ പോയിൻ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും? ദിസ് പോയിൻ്റ്. ഈ ഡിസ്റ്റൻസ് 1 വരുന്ന പോയിൻ്റ് ഏതായിരിക്കും? ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രീസാണ്. അങ്ങനെയെങ്കിൽ ഈ പോയിൻ്റ് 1/√2, 1/√2 ആയിരിക്കും. യൂണിറ്റ് അല്ലേ നോക്കിയേ. ഇയാളുടെ മോഡുലസ് കണ്ടു നോക്കൂ. ഇയാളുടെ മോഡുലസ് കണ്ടാൽ നമുക്ക് 1 കിട്ടിയാൽ മതി അല്ലേ? ഓഡേഡ് പെയർ AB മോഡുലസ് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് A² + B². ഇയാളുടെ സ്ക്വയർ റൂട്ട് എടുത്ത് ഇയാളുടെ മോഡുലസ് കണ്ടാൽ സ്ക്വയർ റൂട്ട് ഓഫ് 1/√2² എന്ന് പറഞ്ഞാൽ 1/2 + 1/2 √1 ദാറ്റ് ഈസ് ഈക്വൽ 1. അപ്പോൾ ഇത് this is the unit vector along this new W axis. ഇനി നമ്മൾ സെയിം വർക്ക് ഇവിടെ ചെയ്യാൻ പോവാം. ഈ 4 3യെ നമ്മൾ we are going to express this 4 3 as a linear combination of I, J and W.
അത് ഇതുപോലെ യുണീക്കായിട്ടാണ് നടക്കുക, അല്ലെങ്കിൽ ഒരുപാട് വേസ് ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാറാണ് ഈ കോഎഫിഷ്യൻസ് മാറുക. ഒരു ലീനിയർ കോമ്പിനേഷൻ വളരെ ക്ലിയറാണ്. 4 3 നമുക്ക് ഇങ്ങനെ എഴുതാം. 4 3 is equal to 4 into 1 0 plus 3 into 0 1 plus 0 times 1 by root 2 comma 1 by root 2. ഓക്കെ, ഇതിനെ വേണം നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇയാൾ ഐ ആ, സോ 4i പ്ലസ് 3 ഇത് ജെ ആണ്, പ്ലസ് 3j പ്ലസ് 0w. ഓക്കെ അല്ലേ. ഇനി സെയിം 4 3യെ ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാം. 4 3 ഈസ് ഈക്വൽ ടു, ഞാൻ ആദ്യം ഡബ്ല്യൂയിൽ എഴുതുന്നത്, ഡബ്ല്യുവിൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് റൂട്ട് ചേർത്തു. സോ 1 by root 2 1 by root 2. ഇനി ഇവിടെ 3 times 1 0 പ്ലസ് 2 times 0 1. ശരിയാണെന്ന് നോക്ക്, സിംപ്ലിഫൈ ചെയ്ത് കിട്ടും നോക്കിയാൽ മതി. ഫസ്റ്റ് കോർഡിനേറ്റ് നോക്കുമ്പോൾ ഇവിടെ 3 0 പ്ലസ് 1 3 പ്ലസ് 1 4. സെക്കൻഡ് കോർഡിനേറ്റ് നോക്കുമ്പോൾ 0 2 2 പ്ലസ് 1 3. ശരിയാണ്. ഇനി വേറെ രീതിയിൽ കഴിയുമോ എന്ന് പറഞ്ഞാൽ ഇയാളെ നമുക്കങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3i പ്ലസ് 2j പ്ലസ് റൂട്ട് 2w. ഇനി മറ്റൊരു രീതിയിൽ കഴിയുമെന്ന് നോക്കാം. 4 3 ഇവിടെ ലാസ്റ്റ് ഡബ്ല്യുവിൻ്റെ പാർട്ടിൽ പ്ലസ് റൂട്ട് 2ന് പകരം മൈനസ് റൂട്ട് 2 എടുത്തു. 1 by root 2 1 by root 2. ഇവിടെ -1 ആണല്ലോ വരിക, ഇപ്പോൾ ഇവിടെ 5 ആണ്. സോ 5 ഇൻറ്റു 1 0, ഇവിടെ -1 വരും, ഇപ്പോൾ ഇവിടെ 4 വരണം. 4 ഇൻറ്റു 0 1. ശരി, ഓക്കെ. ഫസ്റ്റ് കോർഡിനേറ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 5 -1 4. സെക്കൻഡ് സിംപ്ലിഫൈ 4 4 -1 3. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ 4 3 ഇപ്പോൾ നമ്മൾ ഇങ്ങനെ മാറ്റാമല്ലോ. ദിസ് ഇസ് ഈക്വൽ ടു 5i പ്ലസ് 4j മൈനസ് റൂട്ട് 2w ആണ്. അപ്പോൾ നമ്മൾ 4 3 ഏതൊക്കെ രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു? ഓൾറെഡി ബോർഡിൽ തന്നെ നമ്മൾ 3 രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് വേസ് പോസിബിളാണ്. സിമ്പിളായിട്ടുള്ള 3 വേസ് അപ്പോൾ നമ്മൾ എഴുതിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ നോക്കൂ, ഇതുപോലെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? നേരത്തെ നമ്മൾ എക്സിൽ 4 വൈയിൽ 3 എടുത്തില്ലേ, അതുപോലെ ഇവിടെ പോസിബിളാണോ? ഇല്ല, കാരണം ഈ കോഎഫിഷ്യൻസ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻറ്റേഷൻ തന്നെ ഇവിടെ പോസിബിൾ അല്ല. ശരിയല്ലേ? എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വന്നത്? കോംപ്ലിക്കേഷൻ വരാൻ കാരണം നമ്മളിവിടെ R2 പ്ലെയിനിലാണ് കൺസിഡർ ചെയ്യുന്നത്. R2 പ്ലെയിനിൽ നമുക്ക് എത്ര ആക്സസ് മതി? 2 ആക്സസ് മതി. പുതിയൊരു വെക്ടറിൻ്റെ ആവശ്യം അവിടെ ഇല്ല. 2 യൂണിറ്റ് വെക്ടേഴ്സ് മതി. ij ആക്സസ് എന്ന് പറയുന്നതും ഈ യൂണിറ്റ് വെക്ടർ പറയുന്നതും സെയിം ആണെന്ന് ഏകദേശം നമ്മൾ മനസ്സിലാക്കുക. കാരണം R2ൽ ഏതൊരു വെക്ടറിനെയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ ഈ 2 വെക്ടേഴ്സ് മതി, ഐയും ജെയും മതി. ക്ലിയർ? അല്ലെങ്കിൽ എക്സ് ആക്സിന് മുകളിലെ വേറെ ഏത് വെക്ടർ നിങ്ങൾക്ക് ഇനി കൺസിഡർ ചെയ്യണമെങ്കിലും ആരും മതി, ഐയുടെ മൾട്ടിപ്പിൾസ് മതി അല്ലേ. ഇതിന് മുകളിൽ മറ്റൊരു വെക്ടർ അല്ലേ 4 0. ആ 4 0 നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 1 0 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എക്സ് ആക്സസ് എന്ന് പറയുന്നതിന് പകരം ആര് മതി? ഐ മതി. വൈ ആക്സസ് എന്ന് പറയുന്നതിന് പകരം ആര് മതി? ജെ മതി. അതുപോലെ ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കയ്യിൽ 3 വെക്ടേഴ്സ് ഉണ്ട്, ഐ ജെ ഡബ്ല്യു. R2ൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. 2 വെക്ടേഴ്സ് മാത്രമേ ആവശ്യമുള്ളൂ. ക്ലിയർ? ഇനി ഈ പുതിയ ആളുടെ പ്രശ്നം എന്താ? പുതിയ വെക്ടർ 1 by root 2 1 by root 2 അല്ലേ? ആ 1 by root 2 1 by root 2ന് 1 by root 2 കളർ മാറ്റാം നമുക്ക്. ദിസ് 1 by root 2 1 by root 2 can be expressed as 1 by root 2 1 by root 2 can be expressed as a linear combination of I and j. മനസ്സിലായോ? ഇത് ഈ 1 by root 1 by root നമുക്ക് വീണ്ടും ഐയുടെയും ജെയുടെയും ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി എവിടേക്ക് ഡയറക്റ്റ് എവിടേക്ക് പോകാം? നമുക്ക് ലീനിയർ ഇൻഡിപെൻഡൻസിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് S is equal to a set of vectors S is equal to v1 v2 etc. vn is said to be linearly independent if
നൺ ഓഫ് ദീസ് വെക്റ്റേഴ്സ്, ഇതിൽ n വെക്റ്റേഴ്സ് ഉണ്ട്, നൺ ഓഫ് ദീസ് വെക്റ്റേഴ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ അതർ വെക്റ്റേഴ്സ്. മനസ്സിലായോ? എ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് S is equal to v1 v2 etc. vn is linearly independent if none of these vectors can be expressed as a linear combination of the other vectors. ഇനി അങ്ങനെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റുമെങ്കിലോ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഇതാണ് ഡെഫിനേഷൻ. അപ്പോൾ നമുക്ക് ഈ രണ്ട് സെറ്റ് ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ഉള്ള വെക്റ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? ഇവിടെ 1 0യും 0 1 ആണ് എസ്. ഇവിടെ ആരൊക്കെയാണുള്ളത്? ഇവിടെ S is equal to 1 0 കൂടെ 0 1, ഇവരുടെ കൂടെ ആരുടെ ഉണ്ട്? ഇവരുടെ കൂടെ 1/√2 1/√2 ഉണ്ട്. ഈ സെറ്റിനെ കുറിച്ച് നമ്മൾ കണ്ടു. ദിസ് 1/√2 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു. അങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ അതെന്താണ്? ലീനിയർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ എസ് ലീനിയർലി ഡിപ്പെൻഡൻ്റാണ്. S ഡാഷ് എടുക്കാം നമുക്ക്. ഇവർ ലീനിയർ ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ? ഈ 1 0യെ can you express this 1 0 as a linear combination of 0 1? ഇയാളെ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റുമോ? ലാംഡയ്ക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇയാൾ എങ്ങനെയാക്കി മാറ്റാൻ പറ്റുക? ഒരു വാല്യൂ കൊടുത്താലും പറ്റില്ല. കാരണം നമുക്ക് ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റ് 0യാണ്. ലാംഡ 0യെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എത്രയും എപ്പോഴും ഫസ്റ്റ് കോർഡിനേറ്റ് 0യെ കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് ഫസ്റ്റ് കോർഡിനേറ്റ് എന്ത് കിട്ടണം? 1 കിട്ടണം. പോസിബിൾ ആണോ? നോട്ട് പോസിബിൾ. സോ ഇവിടെ ഈ ഒരു വെക്ടറിനെ മറ്റുള്ളവരുടെ ലീനിയർ കോമ്പിനേഷൻ ചെയ്താൽ നമുക്ക് കഴിയില്ല. ദാറ്റ് മീൻസ് ദിസ് S ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇവിടെയോ? ഇവിടെ അത് പോസിബിളാണ്. 1/√2 1/√2നെ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ എഴുതാം. ഇപ്പോൾ ഇവർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ എന്താണ് നമ്മുടെ ഡെഫിനിഷൻ? അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് ലീനിയർ കോമ്പിനേഷനെ കുറിച്ചല്ലേ പറയുന്നത്. ഇപ്പോൾ ലീനിയർ കോമ്പിനേഷൻ എഴുതാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒന്നിലധികം ആൾക്കാർ വേണ്ടേ. അപ്പോൾ ഈ എസ് തീർച്ചയായിട്ടും എത്ര നമ്പർ വേണം? 2 or more വേണം. അപ്പോൾ ഡെഫിനേഷൻ കൂടെ നമ്മൾ അത് ചേർക്കണം. എ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ്, എ സെറ്റ് ഓഫ് 2 or more vectors S is equal to v1 v2 etc. vn in a vector space is said to be linearly independent if none of these vectors can be expressed as a linear combination of the other vectors. Okay, if it is not linearly independent, it is said to be linearly dependent. Okay, if the vectors are linearly dependent, then certainly you can express some vectors as a linear combination of the other vectors. Okay, ഞാൻ ആ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കണം. ലീനിയർലി ഡിപ്പെൻഡൻ്റ് കേസ് പറഞ്ഞാൽ എന്താ? സം വെക്റ്റേഴ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ അതർ വെക്റ്റേഴ്സ് എന്നാണ്. ഓക്കെ, കാരണം മറ്റേതിൻ്റെ നേരെ കോൺവേഴ്സ് എടുക്കുമ്പോൾ അതാ വരിക. നേരത്തെ പറഞ്ഞത് നോ വെക്റ്റർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ അതർ വെക്റ്റേഴ്സ് എന്നാണ്. അതിൻ്റെ കോൺവേഴ്സ് എടുക്കുമ്പോൾ എന്താ കിട്ടുക? സം വെക്റ്റേഴ്സ്, എല്ലാവരും നല്ല സം വെക്റ്റേഴ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ അതർ. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ.